പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭ ഫെബ്രുവരി 4-ാം തീയതി വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമ്മുടെ ഭാരതത്തിൽ വന്ന് രക്തസാക്ഷിയായ മഹാനായ ഒരു വിശുദ്ധനാണ്. പ്രത്യേകിച്ച് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധനാണിത്. കാരണം ഇദ്ദേഹം 14 വർഷത്തോളം മധുര കേന്ദ്രമാക്കിയാണ് അദ്ദേഹം തൻ്റെ സുവിശേഷ വേല ചെയ്തത്. നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് രക്തസാക്ഷ്യം ശിരസ് ഛേദിക്കപ്പെട്ടാണ് അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹത്തെ അനുസ്മരിച്ചാണ് നമ്മൾ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെ നമ്മൾ അനുസ്മരിക്കുന്നത്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് അല്പമെങ്കിലും ഒരു തീക്ഷ്ണത, ഇങ്ങനെ ശിരസ് അറുക്കപ്പെട്ട് മരിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ കുറച്ചെങ്കിലും ഒരു തീക്ഷ്ണത, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാമെന്ന് ഓരോ കൂദാശകളിലൂടെ കർത്താവിനോട് ഉടമ്പടിയെടുത്ത് അങ്ങനെ വാക്ക് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ദുശീലങ്ങൾക്കോ ദുരാചാരങ്ങൾക്കോ ഒന്നും വഴി കൊടുക്കാതെ നല്ല അന്തസ്സുള്ള, നല്ല പ്രൗഢിയുള്ള, നല്ല തീക്ഷ്ണതയുള്ള നല്ല കത്തോലിക്ക വിശ്വാസികളായി ജീവിക്കാൻ, പ്രത്യേകിച്ച് ഈ 1 മണിക്കൂർ സമയമെങ്കിലും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ
ദൈവമേ, ഞങ്ങളുടെ രാജ്യത്ത് രക്ഷയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ വിശുദ്ധ ജോൺ ദെ ബ്രിട്ടോയുടെ ഹൃദയം അങ്ങയോടും അങ്ങേ ജനത്തോടുമുള്ള സ്നേഹത്താൽ അങ്ങ് നിരന്തരം പരിപോഷിപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്താലും മാധ്യസ്ഥ്യത്താലും ശക്തി പ്രാപിച്ച് സുവിശേഷത്തിൽ ആനന്ദിക്കുവാനും എല്ലാവരോടും ധീരതയോടെ അത് പ്രഘോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 15 മുതൽ 17 വരെയും 20 മുതൽ 21 വരെയുമുള്ള വാക്യങ്ങൾ. അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. നന്മ ചെയ്യുന്നതിനും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വയ്ക്കരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം, അവിടുത്തേക്ക് അഭികാമ്യമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ. അവന് എന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. ശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ
നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുക. ഇദ്ദേഹം 1647 പോർച്ചുഗൽ ലിസ്ബണിലാണ് ജനിച്ചത്. നമ്മുടെ വിശുദ്ധ അന്തോനീസിൻ്റെ സ്ഥലമാണ്. അന്തോനീസ് പുണ്യാളനും അവിടെയാണ് ജനിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് മാർച്ച് 1 1647 മാർച്ച് 1 ജനിച്ചു. അന്ന് തന്നെ മാമോദിസ നടത്തി. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ രോഗാവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മ വിശുദ്ധ ഫ്രാൻസിസ് സേവർ പുണ്യവാളനോട് നല്ല ഭക്തിയുള്ള അമ്മയായിരുന്നു. പുണ്യാളനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് 11 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ ഈ രോഗം അങ്ങ് കൂടി. പുണ്യവാളൻ്റെ വിശുദ്ധ ഫ്രാൻസിസ് സേവർ പുണ്യാളൻ്റെ മാധ്യസ്ഥ്യ സഹായത്താലാണ് സൗഖ്യം ലഭിച്ചത്. അതുകൊണ്ട് ഈ അമ്മ അന്ന് നേർച്ച പോലെ നേർന്നൊരു കാര്യമാണ് ഈശോ സഭയിൽ ചേർത്ത് പഠിപ്പിക്കാമെന്ന്. അപ്പോൾ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഒരു നേർച്ചയായിട്ട് ഇദ്ദേഹം അന്നത്ര തീക്ഷ്ണത ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. അതിനൊരു കാരണം പറയുന്നത്, നമ്മളിപ്പോൾ അന്തോനീസ് പുണ്യാളൻ്റെ ബഹുമാനാർത്ഥം കുഞ്ഞുങ്ങൾക്ക് അന്തോനീസ് പുണ്യവാളൻ്റെ ഡ്രസ്സ് ധരിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് സേവർ പുണ്യവാളൻ്റെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് 1 വർഷം നടന്നു ഈ പുണ്യവാളൻ. ചിലപ്പോൾ അത് 11-12 വയസ്സ് പ്രായമുള്ളപ്പോഴായിരിക്കാം. അപ്പോൾ അങ്ങനെ 1 വർഷം അങ്ങനെ നടന്നതുകൊണ്ട് പുണ്യവാളൻ തന്നെ, വിശുദ്ധ ജോൺ ബ്രിട്ടോയ്ക്ക് തന്നെ ആ വസ്ത്രത്തോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അതും ഒരു കാരണമാണ് ഈശോ സഭയിൽ ചേർന്ന് പഠിക്കാൻ. പിന്നീട് ഈശോ സഭയിൽ ചേർന്ന് പഠനമൊക്കെ തുടർന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, അത് പഠനം പലതും പൂർത്തിയാക്കിയത് ഇന്ത്യയിലാണ്, അവസാനത്തെ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് മിഷണറിയായി പ്രവർത്തനം ചെയ്യണം. കാരണം അത് ഫ്രാൻസിസ് സേവർ പുണ്യാളൻ്റെ തീക്ഷ്ണതയാണ്. അപ്പോൾ ഫ്രാൻസിസ് സേവർ പുണ്യാളനോടുള്ള ബഹുമാനാർത്ഥം ആ വസ്ത്രം ധരിച്ച് നടന്നതുകൊണ്ട് പുണ്യവാളൻ്റെ ഒരു തീക്ഷ്ണത, പുണ്യവാളൻ ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളല്ലേ, അപ്പം അങ്ങനെ വന്നതാണ് ഇന്ത്യയിലേക്ക്. അപ്പോൾ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അമ്മ അത് നിരുത്സാഹപ്പെടുത്തി. അന്യനാട്ടിൽ പോയി മിഷണറി വേല ചെയ്യണ്ട എന്ന് അമ്മ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ പുണ്യവാളൻ വളരെയധികം എക്സ്പേർട്ടായി. അമ്മ പറഞ്ഞാലും നിൽക്കാത്ത അവസ്ഥയിലായി. അത്രയും ഒരു മിഷണറി എക്സ്പേർട്ടായിട്ട് അദ്ദേഹം മാറി. അതുകൊണ്ടാണ് അദ്ദേഹം നിരസിച്ച് അമ്മയെ അനുസരിക്കാൻ പോയില്ല, മിഷണറിയായിട്ട് ഇന്ത്യയിൽ വന്നു. അന്നത്തെ 1600 കാലയളവിലുള്ള കപ്പൽ യാത്ര, 2 കൊല്ലമൊക്കെ എടുത്തിട്ടുള്ള യാത്രയാണ്. അതിൽ 27 പേര് തുടങ്ങിയ യാത്ര 9 പേര് മരണപ്പെട്ടു പോയി. വൈദികര് 9 പേര് മരണപ്പെട്ടു പോയി. പല പല കാരണങ്ങളുണ്ട്. ഭക്ഷണം കിട്ടാതെ വരിക, കടൽക്ഷോഭം ഉണ്ടാകുക, ഇങ്ങനെ ആ ഒരു പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പലർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇദ്ദേഹം എന്നിട്ടും ഇവരൊന്നും പിന്മാറിയില്ല. ഇവർ ഇന്ത്യയിൽ വന്ന് മിഷൻ വേല ചെയ്തു. അപ്പോൾ ഇദ്ദേഹം തമിഴ്നാട്ടിലെ മധുര കേന്ദ്രമാക്കിയാണ് ഇദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇദ്ദേഹം 1673 ഇന്ത്യയിലേക്ക് വന്നത്. അന്ന് ഭാരതത്തിലെ ബ്രാഹ്മണരോട് അവരോട് താതാത്മ്യപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അതുപോലെയൊക്കെ ആക്കിയെടുത്തു. അദ്ദേഹം അതിന് ഒരു പേരും സ്വീകരിച്ചു, അരുളാനന്ദൻ എന്ന പേരും സ്വീകരിച്ചു, മിഷൻ വേല നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രാൻസിസ് സേവർ പുണ്യാളനെ പോലെ 2000 പേരെയൊക്കെ മാമോദിസ മുഖ്യ സംഭവമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങൾ, കത്തോലിക്ക വിശ്വാസം പകർന്നു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഭരണാധികാരികൾ പലതരത്തിൽ താക്കീത് കൊടുത്തു, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, നാട് വിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ 1685 അദ്ദേഹം തിരിച്ചുപോയി. 12 വർഷം സേവനം ചെയ്തതിന് ശേഷം
ഇപ്പോൾ ഈ നമ്മൾ സെൻറ്റ് സെബാസ്റ്റ്യൻ പുണ്യാളനെ പറയുന്നത് പോലെ ആദ്യം അമ്പെയ്ത് മരണവക്ത്രത്തിൽ അകപ്പെട്ടു. പിന്നെ ഐറിൻ എന്ന പുണ്യവതിയാണ് വിശുദ്ധ സെബസ്ത്യാനോസിനെ രക്ഷപ്പെടുത്തിയത്, കൊണ്ടുപോയി ചികിത്സിച്ചു. പക്ഷേ വിശുദ്ധ സെബാസ്റ്റ്യാനോസ് വീണ്ടും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുന്നിൽ വന്നിട്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ജീവിക്കുവാനും അവിടെ വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള മതസ്വാതന്ത്ര്യം തരണം എന്ന് പറഞ്ഞ് ധൈര്യത്തോടുകൂടെ വീണ്ടും വന്ന് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുന്നിൽ നിന്നതുകൊണ്ടാണ് ഗഥ കൊണ്ട് അടിച്ചു കൊല്ലപ്പെട്ടത്. അപ്പം അതുപോലെ ഇവിടെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പിന്മാറാതെ 12 വർഷം സേവനം ചെയ്തിട്ടും അത് മതിയാകാതെ വീണ്ടും തിരിച്ചു വന്നു. 1690 1693 അദ്ദേഹം മരണപ്പെടുന്നത്. പിന്നെ 2 വർഷത്തോളം, അതിന് മൊത്തത്തിൽ 14 വർഷം അദ്ദേഹം ഇന്ത്യയിലെ മധുര കേന്ദ്രമാക്കി മിഷൻ വേല ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി മരിക്കാനുള്ള തീക്ഷ്ണതയുണ്ടായി, എക്സ്പേർട്ടായി. അതിൽ പ്രഘോഷണത്തിൻ്റെ കാര്യത്തിൽ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ കാര്യത്തിൽ, ഈശോയ്ക്ക് വേണ്ടി മരിക്കണമെന്നുള്ള ചിന്തയുടെ കാര്യത്തിൽ നല്ല എക്സ്പേർട്ടായി. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ AR റഹ്മാൻ സാറിന് ഓസ്കാർ അവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരു സഹോദരനുണ്ടല്ലോ, റസൂൽ എന്ന് പറയുന്ന, സൗണ്ട് എൻജിനീയറിംഗ് ആണ് അദ്ദേഹം, അല്ലേ? അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഓസ്കാർ വരെ എത്തുന്ന വിധത്തിൽ അതിൽ എക്സ്പേർട്ടായത്? നല്ല ഒരു 10 വർഷം നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കരിയറിൽ ശ്രദ്ധിച്ചാൽ നമുക്കതിൽ മികവ് പുലർത്താൻ പറ്റും. നന്നായിട്ട് അതിൽ ശ്രദ്ധിക്കാം. 10 വർഷം ശ്രദ്ധിച്ചാൽ മതി. രാവും പകലും നന്നായിട്ട് അത് തന്നെ ശരണം എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ എക്സ്പേർട്ടാകാൻ സാധിക്കും. അത് കിട്ടിയ സമയത്ത് അദ്ദേഹമായിട്ടുള്ള അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർത്ത ഒരു കാര്യമാണത്. ഈ വിശുദ്ധ ജോൺ ബ്രിട്ടോ മിഷണറി എന്ന നിലയിൽ എക്സ്പേർട്ടാണ്. അതാണ് ഇന്നത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 12:24 ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അതായത് മാക്സിമം, ഈ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അതിനുള്ളൊരു തിയറിയാണ് മാക്സിമം യൂട്ടിലൈസേഷൻ, മാക്സിമം പ്രയോജനപ്പെടുത്തുക. മാക്സിമം ഈശോ എന്ന സംഭവം ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഈശോയ്ക്ക് വേണ്ടി തന്നെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമ്മൾ ചെയ്യണ കണക്ക് പെരിഫറൽ അല്ല. പെരിഫറൽ കുറച്ച് നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ കുറച്ച് നാളൊന്നുമില്ല, കുമ്പസാരമില്ല, പ്രാർത്ഥനയില്ല, അങ്ങനെയല്ല. എക്സ്പേർട്ടായി ഇത് ചെയ്ത് ഈശോയോടുള്ള സ്നേഹത്തിൽ, ഈശോയോടുള്ള തീഷ്ണതയിൽ, ഈശോയെ പ്രഘോഷിക്കാനുള്ള കാര്യത്തിൽ, ഈശോയ്ക്ക് വേണ്ടി മരിക്കണമെന്നുള്ള, രക്തസാക്ഷിയാകണമെന്നുള്ള ചിന്തയിൽ അതിലേക്ക് എക്സ്പേർട്ടായി. പിന്നെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. അതുപോലെ അങ്ങനെ പീക്കിലെത്തി. അതാണ് അത് നമ്മൾക്കാകണം. ഇതിന് 2 കാരണങ്ങൾ ഞാൻ ചിന്തിക്കുന്നതും. ഒന്ന് ആ വസ്ത്രമാണ്. ചെറുപ്രായത്തിൽ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നു. 1 വർഷം അതിട്ടുകൊണ്ട് നടക്കുമ്പോൾ, ഒരു ദിവസമാണ് ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം മറന്നുപോയാൽ. പക്ഷെ 1 വർഷം, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. 1 വർഷം. അപ്പോൾ അതിൻ്റെ ഒരു അഭിഷേകത്തിൽ അങ്ങനെ പൊതിയപ്പെട്ടു. നമുക്കും അങ്ങനെ ഒരു വസ്ത്രം തന്നിട്ടുണ്ട്, വെള്ളവസ്ത്രം. വെള്ളവസ്ത്രം ഇല്ലേ? അത് മരിക്കുമ്പോൾ വെള്ളവസ്ത്രം നെഞ്ചത്ത് വിരിച്ചിട്ട് പറയുന്നത്, മാമോദീസയിലൂടെ നിനക്ക് നൽകപ്പെട്ട വെള്ളവസ്ത്രം മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച നീ നിത്യജീവന് അർഹനാവുക. നമുക്കറിയാമല്ലോ അയാൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചെന്ന്. ഒരു മരിച്ച ആളുടെ മുന്നിൽ നിന്നത് അങ്ങനെ പറയുമ്പോൾ ഇയാൾ എങ്ങനെ താന്തോന്നിയായിട്ടും തെമ്മാടിയായിട്ടും മദ്യപാനിയായിട്ടും വ്യഭിചാരിയായിട്ടും ഒക്കെ ജീവിച്ച ആളോടാണ് പറയുന്നത് ഈ വെള്ളവസ്ത്രം മലിനപ്പെടുത്താതെ കാസൂക്ഷിച്ചു എന്ന്. നമ്മൾ ചിന്തിക്കണം. ഇപ്പം എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വസ്ത്രധാരണം. പരിശുദ്ധ കുർബാന സമയത്തും പരിശുദ്ധ കുംഭസാര സമയത്തുമുള്ള വസ്ത്രധാരണം, സ്കാഫ് ധരിക്കാതെയൊക്കെ വരിക. അതായത് വെള്ളവസ്ത്രം, അത് സിംബോളിക്കാണ്. നമുക്ക് മാമോദീസയിലൂടെ നൽകപ്പെട്ട വെള്ളവസ്ത്രം അതൊരു അനുഗ്രഹമാണ്. അതിൻ്റെ ചൈതന്യത്തിൽ നടക്കുക എന്നാണ്. ഒരു ആവരണം പോലെ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ നീ ഇല്ലേ, അങ്ങനെ പറഞ്ഞിട്ടാണ് അതൊക്കെ കൊടുക്കുന്നത് മാമോദീസ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്തുവിനെ ആവരണമാക്കി വെക്കുക. ക്രിസ്തു നമ്മുടെ പുറമേ ഉള്ളിലൊക്കെ ഇങ്ങനെ ക്രിസ്തുവിനെ വസ്ത്രമായി ധരിച്ചിരിക്കുന്ന ഒരാൾ. അങ്ങനെ ഉള്ളൊരാൾക്ക് എക്സ്പേർട്ട് ആകാതെ തരമില്ല ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ, ക്രിസ്തുവിനുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ.
പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് എന്നാ തീക്ഷ്ണത ഉള്ളത്? ആരെങ്കിലും വഴിയിൽ പറയുമ്പോൾ ദുരാചാരം അത് ചെയ്താൽ ശരിയാകും എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ പോകുന്ന തീക്ഷ്ണതയെ ഉള്ളോ നമുക്ക്? ഇല്ല, പർദീസയിലെ ഹൗവ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പം സാത്താൻ പ്രലോഭിപ്പിച്ചു, ഈ പഴം കഴിച്ചാൽ നീ മരിക്കുകയില്ല. പക്ഷെ ഹൗവയ്ക്കൊന്ന് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. എന്തു തന്നെ ആയാലും ദൈവപിതാവ് പറഞ്ഞിട്ടുള്ളത്, കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇത് കഴിക്കരുതെന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. അതാണ് ഒന്നാമത്തെ തെറ്റ്, ഹൗവ ചെയ്ത തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, സോറി പറഞ്ഞില്ല. ദൈവപിതാവ് വന്നിട്ട് ചോദിക്കുമല്ലോ, ആദം നീ എവിടെ? അപ്പം പോയി മരത്തിൻ്റെ മറയിൽ മറഞ്ഞിട്ട് പിന്നെ എന്താ നീ മരത്തിൽ, നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അപ്പാ തെറ്റിപ്പോയപ്പാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതല്ലേ ധൂർത്തപുത്രൻ ചെയ്തത്. അതാണ് ഈ ഒരു ദൈവത്തെ ഇങ്ങനെ വസ്ത്രമായി അണിയുമ്പോൾ കിട്ടുന്ന ഒരു ചൈതന്യമുണ്ട്. ഈ ചൈതന്യമാണ് വിശുദ്ധ ജോൺ ബ്രിട്ടോയെ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ആ ഒരു ഫോർമേഷൻ, ആ ഒരു ബേസ്മെൻറ്റ് അത് കൊടുത്തത്, അടിത്തറ ഇട്ട് കൊടുത്ത കാര്യം അത് വിശുദ്ധ ഫ്രാൻസിസ് സേവർ പുണ്യാളൻ. ഞാനിങ്ങനെ ഇവരുടെ വർഷം, ജീവിതകാലം, വയസ്സ് നോക്കിയപ്പോൾ രണ്ടുപേരും 46 വർഷം. 1647, 1647, 1693, 1506 ഫ്രാൻസിസ് സേവർ, 1552. ഇത് നോക്കുമ്പോൾ രണ്ടുപേരും 46 വർഷം. അതേ ചൈതന്യം, അതേ തീക്ഷ്ണത. ആയിരക്കണക്കിന് 2000 ആളുകളെ മാമോദീസ കൊടുത്തു. ഇന്ത്യയിൽ വരാനുള്ള തീക്ഷ്ണത. കുറച്ചുകൂടി ഫ്രാൻസിസ് സേവർ പുണ്യവാളനെ കടത്തിവെട്ടിയെന്ന് എനിക്ക് തോന്നുന്നത് രക്തസാക്ഷിത്വമാണ്. ഫ്രാൻസിസ് സേവർ പുണ്യവാളൻ ഒരു പനി പിടിച്ചാണ് മരിച്ചത്. ജപ്പാൻ വെച്ച് ജ്വരം പിടിച്ച് മരണപ്പെട്ട നോർമൽ ഡെത്താണ്. പക്ഷേ ഇദ്ദേഹം ശിരസ് ഛേദിക്കപ്പെട്ട, അതായത് അപ്പനും അമ്മയ്ക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പനും അമ്മയെ കടത്തിവെട്ടുന്ന അതിൻ്റെ അപ്പുറത്തേക്ക് ഗ്രേഡ് പിടിക്കുന്ന വിശ്വാസം നമുക്ക് വേണ്ടേ? ഫ്രാൻസിസ് സേവർ പുണ്യാളനെ കടത്തിവെട്ടുന്ന വിശ്വാസത്തിന് വേണ്ടി ശിരസ് ഛേദിക്കപ്പെട്ട് മരിക്കാൻ, രക്തം വാർന്ന് ഈശോയെപ്പോലെ വേദനിച്ച് മരിക്കാനുള്ള അതേ തീക്ഷ്ണത. അതാണ് ഞാൻ പറഞ്ഞത്. മിഷണറി എക്സ്പേർട്ടായി അതിൻ്റെ ഇത്. നമ്മൾ അപ്പനൊരു റേഞ്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പനെന്നും പള്ളിയിൽ പോകുന്ന അപ്പൻ, ഞായറാഴ്ച പള്ളിപ്പൊക്കെ മുടക്കാത്ത അപ്പൻ, നേരാവണ്ണം ജീവിക്കുന്ന അപ്പൻ. അപ്പം മക്കളിപ്പോൾ പള്ളിയിൽ പോകുന്നെങ്കിൽ അപ്പൻ്റെ റേഞ്ച് പോയിട്ട് എൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഫ്രാൻസിസ് സേവർ പുണ്യാളൻ്റെ റേഞ്ചിന് അപ്പുറം പിടിച്ച വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ബ്രിട്ടോ. നോക്കിക്കേ, നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ മറിയത്തിൻ്റെ പള്ളിയിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് ഈശോ എന്ന നിധിയെ അണിഞ്ഞ് ഉള്ളിൽ സ്വീകരിച്ച്, പുറമേയും ഉള്ളിലും ഈശോ. അതുകൊണ്ടാണല്ലോ പുറമേ ഈശോ ഉണ്ട്. അതുകൊണ്ടാണ് എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ വർത്തമാനം പറഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്തിൻ്റെ ഉള്ളിൽ ഈശോ കുതിച്ച് ചാടിയത്. അപ്പം പുറമെ ഉള്ളിൽ ഈശോ, പുറത്തു ഈശോ. അങ്ങനെ എക്സ്പേർട്ടായ മറിയം പിന്നെ നടന്ന് നീങ്ങിയത് ഈശോയുടെ കൂടെ തന്നെയാണ്. ഇല്ല, കാത്തു നിൽക്കുന്നത് നിൻ്റെ അമ്മയും സഹോദരങ്ങളും പുറത്ത് കാത്തു നിൽക്കുന്നു. അതൊക്കെ ചെയ്ത് അങ്ങനെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് 4-ാം സ്ഥലം നമ്മൾ ധ്യാനിക്കുന്നു. പിന്നെ കുരിശിൻ്റെ ചുവട്ട് നിന്ന് എക്സ്പേർട്ടായി. എല്ലാവരും ഓടിപ്പോയപ്പോൾ ഓടിപ്പോകാത്ത ഒരാൾ. ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് ഗോതമ്പ് മണി നിലത്ത് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കുമെന്ന് പറയുന്നത് യോഹന്നാനാണ്. ഈ യോഹന്നാനല്ലേ മാതാവിൻ്റെ കൂടെ കുരിശിൻ ചവിട്ടി നിന്നത്? നോക്കിക്കേ, ഈശോയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ എക്സ്പേർട്ടാകാൻ പറ്റുമോ നിങ്ങൾക്ക്? കുറച്ചുകൂടി ഇങ്ങനെ ഇന്നത്തെ ഈ തീർത്ഥാടനം വഴി കുറച്ചുകൂടി ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് വളരാൻ പറ്റുമോ? അപ്പോൾ ഈശോ നമ്മുടെ കാര്യം ഏറ്റെടുക്കും. നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാം, ഞാൻ അന്തസ്സായിട്ട് ജീവിച്ചെന്ന് പറയാൻ പറ്റും. അങ്ങനെ വെറുതെ ഒന്നുമല്ല അത് ഫലം പുറപ്പെടുവിച്ചത്. അത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് കർത്താവിന് വേണ്ടി അങ്ങനെ ജീവിച്ച്, അങ്ങനെയാണ്. ഈ ഫ്രാൻസിസ് സേവർ പുണ്യവാളൻ പറയുന്നൊരു കാര്യമാണ്, വെറുതെ ഇരുന്ന് തുരുമ്പിച്ച് തീരുന്നതിനേക്കാൾ നല്ലത് തേഞ്ഞ് തീരുന്നതാണ്. ഉപയോഗിക്കപ്പെട്ട് തീരുന്ന. ഇപ്പോൾ 90 വയസ്സ് വരെ ജീവിച്ചാൽ കർത്താവിന് വേണ്ടി ഒരു വാക്ക് പോലും പറഞ്ഞില്ല എങ്കിൽ പിന്നെ എന്നാ പ്രയോജന? 90 വയസ്സ് വരെ ജീവിച്ചു കർത്താവിന് വേണ്ടി കുറേ പാപവും, കുറേ ദുശീലോ, കുറേ ദുരാചാരവും ഇങ്ങനെയൊക്കെ ചെയ്ത് കുറേ വർഷം അങ്ങനെ കളഞ്ഞു. പിന്നെ കർത്താവിന് വേണ്ടി എത്ര ജീവിച്ചെന്ന് പറയാൻ പറ്റും?
നമുക്ക് സാധിക്കട്ടെ ഈ വിശുദ്ധൻ്റെ ഈ തിരുനാൾ കൊണ്ടാടുമ്പോൾ കുറച്ചുകൂടി ഒരു ഗ്രേഡ് ഒന്ന് കുറച്ചുകൂടി കയറ്റിപ്പിടിക്കാൻ, കുറച്ച് തീക്ഷ്ണത നമ്മുടെ ജീവിതത്തെ അതങ്ങനെ ക്രമീകരിക്കാൻ നമുക്കത് സാധിക്കട്ടെ. ഈ പുണ്യവാളന് അമ്മ പോലും കൺട്രോൾ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തീക്ഷ്ണത കൊണ്ട് നിറഞ്ഞെങ്കിൽ നമ്മളെ രാമാനം പള്ളിപ്പോ മക്കളെ കുമ്പസാരിക്ക് മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടും ചെയ്യുന്നില്ല. അപ്പം ഇത് ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അത് പ്രതിഫലിക്കട്ടെ, വാക്കുകളിലും പ്രവൃത്തികളിലൊക്കെ പ്രതിഫലിക്കട്ടെ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട്, അവിടുത്തെ തിരുനീണം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട്, അവിടുത്തെ തിരുനീണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. പരിശുദ്ധമ്മേ, അമ്മ എത്ര സുന്ദരമായിട്ടാണ് ഈശോയെ അനുഗമിച്ചത്. അമ്മ എക്സ്പേർട്ട്. അമ്മ ഞങ്ങളെയും പഠിപ്പിക്കണേ ഇങ്ങനെ രസകരമായിട്ട് ആ ഈശോ എന്ന നിധിയെ ഉള്ളിൽ സ്വീകരിച്ച് ഈശോ എന്ന ഒരു ഭ്രമം ഒരു ആവരണം പോലെ കൊണ്ടു നടന്ന് അമ്മ ജീവിച്ചതുപോലെ കുറെയെങ്കിലും അമ്മയുടെ അടുത്ത് നിന്ന് ഈശോയെ അനുഗമിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. എന്നെയും എൻ സർവമോഹങ്ങളും ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് അനുഗ്രഹത്താൽ ഞങ്ങളുടെ കാണിക്കകൾ വിശുദ്ധീകരിക്കണമേ. അങ്ങേ സ്നേഹാഗ്നിയാലാണല്ലോ വിശുദ്ധ ജോൺ ദെ ബ്രിട്ടോ തൻ്റെ എല്ലാ ശാരീരിക പീഡകളെയും അതിജീവിച്ചത്. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ജ്വലിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ ദെ ബ്രിട്ടോ ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ണലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്ക് സാധിക്കുന്ന പോലെ മുട്ടുമെന്ന് നിൽക്കാം. നന്നായിട്ട് നമുക്ക് മുട്ടുമെന്ന് നിന്ന് ഭയഭക്തി ആദരവോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഈ ഫ്രാൻസിസ് സേവർ പുണ്യാളൻ്റെ മാധ്യസ്ഥത്താൽ വിശുദ്ധ ജോൺ ബ്രിട്ടോയ്ക്ക് സൗഖ്യം കിട്ടി. ശരീരത്തിൽ ദൈവത്തിൻ്റെ ഒരു ശക്തി അനുഭവിക്കാൻ സാധിച്ചതുകൂടിക്കൊണ്ടാണ് കർത്താവിന് വേണ്ടി ജീവിക്കാൻ അദ്ദേഹം അങ്ങനെ താല്പര്യമുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. നമുക്ക് ശക്തമായ ദൈവാനുഭവം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. പെരിഫറലായിട്ടുള്ളൊരു അനുഭവമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അസ്ഥിയിൽ തൊടുന്നൊരു അനുഭവം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാലങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധീശനായ സഹാരാജ് മിത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പൊസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയേ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. ഈശോയേ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. യോഗ്യത എന്നിലില്ല, ശ്രേഷ്ഠമായൊന്നുമില്ല, എന്നാലും നീ വരണേ ഈശോ, എന്നുള്ളിൽ എഴുന്നള്ളണേ. ഈശോയേ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. ബലവാനേ, പരിശുദ്ധനേ, അമർത്യനേ, അതിനാഥനേ. ബലവാനേ, പരിശുദ്ധനേ, അമർത്യനേ, അതിനാഥനേ. ആത്മാവിൽ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ. ആത്മാവിൽ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വിരുന്നാൾ പരിപോഷിതരായി ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു.
വിശുദ്ധ ജോൺ ദെ ബ്രിട്ടോയുടെ മാതൃകയാൽ ഞങ്ങൾ ഭൂമിയിൽ അങ്ങയോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിൽ വളരുകയും സ്വർഗീയ മഹത്വം എന്നേക്കും പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇകലോകം അതിമോദം വാഴ്ത്തുന്നു, നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇകലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, വിനയാന്വിതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിനെ ഈ മണ്ണിൽ കൺമുൻപിൽ മേരിയൊരടയാളം. വിനയാന്വിതരെ കനിവോ